ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കിച്ചൺ ബിന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിച്ചൺ ബിന്നിന് വേണ്ടിയിട്ട് ഞാൻ ഹരിതകർമ്മ സേനയില അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അവരെ മുഖേന എനിക്കിത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. എങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയും കൂടെ ഒന്ന് പറയാമെന്ന് കരുതി. ഇതെങ്ങനെ ഓർഡർ ചെയ്യണം, ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് എന്നൊക്കെ. ഇത് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കമ്പോസ്റ്റിൻ്റെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഇപ്പോൾ ഏത് ലെവലായി കമ്പോസ്റ്റ് ആയതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോയിലെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് ഇതിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റും പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പോസ്റ്റാണ് ഇത് ഞാൻ ഓൾറെഡി ചെയ്ത കമ്പോസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അറിയേണ്ടവർക്കും കാണേണ്ടവർക്കും ഒക്കെ ഇതെങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, നല്ല രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റാണ്. ഈ ടിന്നിലുമായിട്ട് ഞാൻ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. ഇത് രണ്ടും കൂടെ ഉണക്കി ഞാൻ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ആവശ്യത്തിന് ചെടികളൊക്കെ നടുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾറെഡി വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മീതെ നമ്മുടെ ഈ ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ കമ്പോസ്റ്റും ഇതെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ മീതെ വീണ്ടും അടുത്ത വേസ്റ്റ് ഇട്ട് നമ്മൾ നിറച്ചു കൊടുക്കും. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പെയിൻറ് ബക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആ ബക്കറ്റിലാണ്. അപ്പോൾ തറയിലോ അല്ലെങ്കിൽ വേറെ ഒന്നുകൂടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബക്കറ്റ് സാധാരണ വെച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇതിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളമൊക്കെ എടുത്ത് ഞാൻ ചെടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇത് രണ്ടും പഴയ ബക്കറ്റാണ്. എനിക്ക് മൂടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു ബേസ് ബോർഡിൻ്റെ ഒരു പീസ് വെച്ച് മറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്പേസും ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു സ്പേസാണ്. അപ്പോൾ ഈ സ്പേസിൽ വേണം ഇത് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ പുതിയൊരു കിച്ചൺ ബിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിൽ ചെയ്യുന്നത് കാണിക്കുന്നില്ല. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്ക് അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്നെടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ കിച്ചൺ ബിന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കിച്ചൺ ബിന്നിൽ 3 ബക്കറ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലൊരു പ്രത്യേകം പറയേണ്ടത്, അതിൻ്റെ അടിയിൽ വരുന്നൊരു ബേസ്മെൻറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിലാണ് ഇതൊക്കെ നമ്മൾ വെച്ച് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ഇളക്കാനായിട്ട്, ഈ വേസ്റ്റ് ഇളക്കി സെറ്റ് ചെയ്യാനായിട്ട് ഒരു പെൻസിൽ പോലത്തെ വലിയൊരു വടിയുണ്ട്. പക്ഷെ കാണാൻ ഒരു കറക്റ്റ് പെൻസിൽ എങ്ങനെയാണ് അതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് വെച്ചാണ് ഇളക്കി കൊടുക്കേണ്ടത്. നീളത്തിലുള്ളത് കൊണ്ട് നമുക്ക് അടിയിൽ വരെ ഇളക്കാൻ പറ്റും. ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാമോ എന്തോ എന്നറിയില്ല. എനിക്കിങ്ങനെ അടിയിലോട്ട് ഇളക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ്. പിന്നെ ഈ പറയും പോലെ ഈ മിന്നുകൾ അടുക്കി വെക്കാനായിട്ടുള്ള ഇടയിൽ വരുന്ന ചെറിയ പാർട്സും ഉണ്ട്. ആ റൗണ്ടിലുള്ള ആ പാർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് രീതിയിൽ അടുക്കി വെക്കാനും കഴിയുള്ളൂ. അത് കറക്റ്റായിട്ട് സെറ്റ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ബക്കറ്റ് അകത്തായി പോവില്ല. അപ്പം ഇത് കറക്റ്റ് രീതിയിൽ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇനോക്കുലം എന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറും മണ്ണിനൊക്കെ പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് വന്നിട്ട് പുഴുവിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇവരിത് പറഞ്ഞത്. ഇത് 9 കിലോയുടെ ഒരു പാക്കാണ്. അപ്പോൾ ഇത് തീരുമ്പോഴത്തേക്കും പേപ്പറിൽ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് വിളിച്ച് പറഞ്ഞാൽ ഇവരിത് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം ചകിരിച്ചോറും അതൊക്കെയാണ്. അപ്പം ഇതും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത് എന്തായാലും വളരെ ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 3 ലെയറായിട്ട് സെറ്റ് ചെയ്താണ് നമ്മൾ ഈ കിച്ചൺ വേസ്റ്റ് ഇടുന്നതെങ്കിൽ 3ൻ്റെയും അടിഭാഗത്തായിട്ട് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ബിന്നിലാണ് നമ്മൾ വേസ്റ്റ് ഇടണമെങ്കിൽ 3ൻ്റെ അടിഭാഗത്ത് ഇനോക്കുലം ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാം. സിംഗിളായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ അടിഭാഗത്തായിട്ട് ഈ ചെറിയൊരു ദൂരത്തിലൂടെ വെള്ളം വരും. ഈ വെള്ളം നമുക്ക് എടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം.
ഈ മൂന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ മൂന്നിലും ഇനോക്കുലം ഇടണമെന്ന് പറയുന്നത് ഈ വെള്ളം മേളിൽ നിന്ന് വരുമ്പോഴും ഈ താഴെയുള്ള ഇനോക്കുലത്തിൽ അത് സെറ്റായി പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല വെള്ളം വീണാലും കുഴപ്പമില്ല, അതെടുത്ത് നമുക്ക് ചെടിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും അതും ഒരു കുഴപ്പമൊന്നുമില്ല, അതും നല്ലത് തന്നെയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, ഇതിൻ്റെ റേറ്റ്, ഈ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഇത് വന്നിട്ട് ഞാൻ ഹരിതകർമ്മ സേനയിൽ പ്ലാസ്റ്റിക് എടുക്കുന്ന അവരുടെ അടുത്ത് പറഞ്ഞപ്പം അവരെനിക്കൊരു ഫോം തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ആധാർ കോപ്പിയും കൂടെ അതിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 195 രൂപയാണ്. ഇത് സബ്സിഡി ഉള്ളതായതുകൊണ്ടാണ് ആ 195 രൂപ. അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 3000 രൂപ എന്തോ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഇവർ തന്നെ നമുക്കത് സെറ്റ് ചെയ്തിടും. സബ്സിഡി ഉള്ളത് കൊണ്ട് ഇതിന് കുറച്ച് റൂൾസും ഉണ്ട്. ഇത് വേറെ അനാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അവർ ഇടയ്ക്ക് വല്ലതും വന്ന് ഇത് ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഈ കമ്പോസ്റ്റ് ആവശ്യം വന്നില്ല, അവർക്ക് കൊടുക്കണം എന്നൊക്കെ തോന്നിയാൽ അത് അവർ തന്നെ എടുത്തിട്ടും പോവും. അതുപോലെ എപ്പോഴെങ്കിലും നമ്മൾ ഈ കമ്പോസ്റ്റ് പരിപാടി നിർത്തുകയാണെങ്കിൽ അവരെ വിളിച്ച് അറിയിക്കുമ്പം അവരിത് ഈ ബിന്ന് അവർ കൊണ്ടുപോകും. ഇത് വലിച്ചെറിയാനോ വേറെ ഒന്നിനും ഇത് ചെയ്യാൻ പാടില്ല. സബ്സിഡി ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇത് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു സൈഡിൽ ഇത് വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഈ ഗാർഡനിലൊക്കെ അത് യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പേപ്പറും ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, കമ്പോസ്റ്റിൽ എന്തൊക്കെ ഇടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു നോട്ടീസും ഉണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്ത അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ചെറിയ പുഴുക്കളൊക്കെ വരും. ഇനോക്കുലം ഇടുമ്പം എന്താണ് അവസ്ഥ എന്ന് ഇനി ഇതിട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പം ഞാൻ ഇത്ര നാളും ചെയ്തതിൽ വെച്ച് കൂടുതൽ വെള്ളമുള്ള ഫുഡ്സൊക്കെ അതിലിട്ട് കഴിഞ്ഞാലാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്. ഏതൊരു വേസ്റ്റും ഡ്രൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങ് പൊയ്ക്കോളും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരുപാട് അവർ ഈ നോട്ടീസ് തന്നെ കൊടുത്തിട്ടുണ്ട്, തണ്ണിമത്തൻ്റെത് പിന്നെ ഈ ചക്കയുടെ ഇതൊക്കെ ഒരുപാട് വെള്ളം ഉള്ള ഫ്രൂട്ട്സ് അല്ലേ. അപ്പം അങ്ങനെ ഉള്ളപ്പം അതിലൊരുപാട് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊന്നും എപ്പോഴും നമ്മളടുത്ത് കാണയില്ല, വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും നമ്മളത് ഇടണത്. ഞാൻ പക്ഷേ തണ്ണിമത്തൻ്റെ തോടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് ഇട്ടത്. കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കമ്പോസ്റ്റിൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, പ്രത്യേകിച്ച് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.